റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് അബ്രഹാമിനെ പറ്റി പറയുന്നത്: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായ ദൈവത്തിൽ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. തന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ വിശ്വസിച്ചു. ജീവിതത്തിൽ നമ്മുടെ ഭാവി എന്താകും, നാളുകളിൽ എന്തായിത്തീരും, ആമേൻ, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ ആ മോറിയായുടെ വിഷയത്തിൽ നിങ്ങളുടെ തലകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ ആ മോറിയായിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ വിഷയത്തിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി അനുസരിച്ച് തൻ്റെ മകനായ ഇസ്ഹാക്കിനെ കത്തികൊണ്ട് വെട്ടി നുറുക്കുവാൻ ഓങ്ങുമ്പോൾ ആകാശത്തുനിന്നൊരു ശബ്ദം: അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ നേരെ കൈവയ്ക്കരുത്. നിന്റെ ഏകജാതനായ, നീ ആഴമായി സ്നേഹിക്കുന്ന നിന്റെ മകനെ അവൻ യാഗം കഴിക്കുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അതെ, നമ്മെ ഭയപ്പെടുത്തുന്ന ഭീതി നിറഞ്ഞ ഭയാനകമായ വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെടാതെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. അതാണ് വചനം പറയുന്നത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. അബ്രഹാം സകലതും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയായിരുന്നു. തൻ്റെ മനസ്സ്, തൻ്റെ ഹൃദയം, തൻ്റെ ശരീരം, താൻ ആഴമായി സ്നേഹിച്ച ഇസ്ഹാക്കിനെ എല്ലാം വിട്ടുകൊടുത്തു. ആരാധന അർപ്പിക്കാൻ തയ്യാറായി. ഭീതി നിറഞ്ഞ ഭയാനകമായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഈ മോറിയായിൽ എന്തായിത്തീരുമെന്ന് വ്യാകുലപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മോറിയായിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടെന്ന് നമ്മുടെ വിഷയത്തിലൂടെ തെളിയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതെ, അബ്രഹാം അവിടെ തലയുയർത്തു നോക്കുമ്പോൾ തൻ്റെ മകന് പകരമായി അർപ്പിക്കപ്പെടേണ്ട ഊനമില്ലാത്ത ഒരാട്ടുകൊറ്റനെ യാഗമർപ്പിക്കുവാൻ ദൈവം ഒരുക്കി കൊടുക്കുക. അതേ പ്രിയരെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി